ഉരുൾപൊട്ടി കുത്തിയൊലിക്കുന്ന മലവെള്ളം. പെരുംവെള്ളത്തിൽ അക്കരെ മുണ്ടക്കയിൽ ജീവൻ നഷ്ടമായത് എത്ര പേർക്ക്? അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുമായി ആരെങ്കിലുമുണ്ടോ? അറിയില്ല. മറുകരെ രക്ഷാദൗത്യം യുദ്ധസമാനമായി വേഗത്തിലെത്തണമെങ്കിൽ ഈ പാലമുണ്ടാകണം. രാത്രിയും അതിവേഗം തുടരുകയായിരുന്നു സൈനികാധ്വാനം. 190 അടിയാണ് പാലത്തിന്റെ നീളം. ദൈർഘ്യം പരിഗണിച്ച് പുഴയിൽ നടുക്കായി ഒരു തൂണ് സ്ഥാപിച്ചാണ് നിർമ്മാണം. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 15 ട്രക്കുകളിൽ ചൂരൽമലയിലെത്തിച്ച് നിർമ്മാണം തുടങ്ങി. അതിനിടെ മഴയും മലവെള്ളവും പ്രതിസന്ധിയായി. രണ്ടാം ലോക മഹായുദ്ധത്തോളം പഴക്കമുണ്ട് ബെയ്ലി പാലത്തിന്റെ ചരിത്രത്തിന്. 1942 ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ആദ്യമായി അടിയന്തര ആവശ്യങ്ങൾക്കായി ഈ പാലം നിർമ്മിച്ചത്. തടിയും സ്റ്റീലുമാണ് പ്രധാന സാമഗ്രികൾ. പാലത്തിന്റെ ഭാഗങ്ങൾ നേരത്തെ തയ്യാറാക്കി കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ ആദ്യമായി സൈനികാവശ്യത്തിന് ബെയ്ലി പാലം ഉണ്ടാക്കിയത് കശ്മീരിലാണ്. ലഡാക്കിലെ സുറു, ദ്രാസ് നദികൾക്കിടയിലെ പാലത്തിന് 30 മീറ്റർ ആയിരുന്നു നീളം. ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ ബെയ്ലി പാലം കൂടുതലായും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ 1996 റാന്നി നദിക്ക് കുറുകെയായിരുന്നു ആദ്യ അടിയന്തര നിർമ്മാണം. പഴയ പാലം തകർന്നപ്പോൾ 2 മാസത്തേക്ക് ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടന്നുപോയത് ബെയ്ലി പാലത്തിലൂടെയാണ്. ചൂരൽമലയിലെ ബെയ്ലി പാലത്തിൽ 24 ടൺ വരെ ഭാരം കയറ്റാം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.